കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. നരേന്ദ്രമോദി ബീഹാറിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിയിൽ വളരെയേറെ കസേരകൾ കാലിയായി കിടന്നതും മോദി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾ വരിവരിയായി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നതും. മന്ദഭക്തർ ചാണക്യൻ എന്ന് വിളിക്കുന്ന അമിത്ഷായ്ക്കും അതേ ഗതികേടാണ് ബീഹാറിലെ തൻ്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഉണ്ടായത്. ശരിക്കും അതേ ഗതികേടല്ല, അതിലും വലിയ നാണക്കേടാണ് ഉണ്ടായത്. ഇതിൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് തെളിവ് സഹിതം വ്യക്തമായി കാണാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മുംഗേറിലെ നൗവാഗഡി മൈതാനത്താണ് NDA സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം അമിത്ഷായുടെ റാലി സംഘടിപ്പിച്ചത്. സാധാരണയായി അമിത്ഷാ വേദിയിലെത്തുമ്പോൾ തന്നെ തൻ്റെ പ്രസംഗം ഉടൻ തന്നെ നടത്തി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യാറ്. കാരണം ഒരേ ദിവസം തന്നെ ഒന്നിലധികം റാലികൾ ഇവർക്ക് അഭിസംബോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ മോദിയാണെങ്കിലും അമിത്ഷാ ആണെങ്കിലും വേദിയിലെത്തുമ്പോൾ തന്നെ മറ്റാരെങ്കിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ അവരുടെ പ്രസംഗം നിർത്തി ഇവരുടെ പ്രസംഗം നടത്തും. എന്നാൽ ഇവിടെ അമിത്ഷാ എത്തിയപ്പോൾ ആളുകൾ വളരെ കുറവായിരുന്നു. വളരെയധികം കസേരകൾ കാലിയായിരുന്നു. അതിനാൽ സംസ്ഥാന അധ്യക്ഷനോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ട് അമിത്ഷാ ആളുകൾ എത്തുന്നതിനായി വേദിയിൽ ഇരിക്കുകയായിരുന്നു. മോദിയെയും ഷായെയും പോലെയുള്ള വലിയ VIP-കൾ പങ്കെടുക്കുന്ന റാലികൾക്ക് ആളുകളെ സമ്മേളന സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് മെറ്റൽ ഡിറ്റക്ടറിലൂടെ ചെക്ക് ചെയ്താണ്. സംസ്ഥാന അധ്യക്ഷൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമിത്ഷാ എഴുന്നേറ്റ് മൈക്കിനടുത്തേക്ക് വന്ന് വേദി നിയന്ത്രിക്കുന്ന ആളെ പോലെ സ്വയം കാര്യങ്ങൾ ഏറ്റെടുത്ത് മൈക്കിലൂടെ വിളിച്ചു പറയുകയാണ്, ആളുകളെ ചെക്ക് ചെയ്യുന്നത് അവസാനിപ്പിക്കൂ, എല്ലാവരെയും അകത്തേക്ക് കടത്തിവിടൂ, ചെക്ക് ചെയ്യാതെ എല്ലാവരെയും അകത്തേക്ക് ഉടനെ തന്നെ കടത്തിവിടൂ. ഉടനെ തന്നെ പോലീസ് ചെക്കിംഗ് നിർത്തി ആളുകളെ മെറ്റൽ ഡിറ്റക്ടറിലൂടെ അല്ലാതെ നേരിട്ട് കടത്തിവിട്ടു. അംബാനിയുടെ ചാനലായ ന്യൂസ് 18 അതിന്റെ വാർത്ത കൊടുത്തിരിക്കുന്നത് കണ്ടോ? ബീഹാർ തെരഞ്ഞെടുപ്പ്, ചെക്കിംഗ് നിർത്തൂ, എല്ലാ ആളുകളെയും കടന്നു വരാൻ അനുവദിക്കൂ. തെരഞ്ഞെടുപ്പ് റാലിയിൽ എന്തുകൊണ്ടാണ് അമിത്ഷാ പോലീസിന് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത്? അവരുടെ ഈ വാർത്തയിൽ തുടർന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടോ? അമിത്ഷാ മുംഗേറിലെ നൗവാഗഡി മൈതാനത്ത് എത്തിയതായിരുന്നു. തെരഞ്ഞെടുപ്പ് റാലിയിൽ വലിയ ആൾക്കൂട്ടം പ്രതീക്ഷിച്ച് അതിനുവേണ്ട തയ്യാറെടുപ്പുകളായിരുന്നു നടത്തിയത്. എന്നാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ എത്തിച്ചേർന്നുള്ളൂ. NDAയുടെ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സംഘടിപ്പിച്ച ഈ റാലിയിൽ വളരെയേറെ കസേരകൾ കാലിയായി കിടന്നു. വേദിയിലെത്തിയ അമിത്ഷായുടെ കണ്ണുകൾ ഈ കാലിയായ കസേരകളിൽ പതിച്ചപ്പോൾ അയാൾ വേദി നിയന്ത്രിക്കുന്ന ആളോട് പറഞ്ഞു, സംസ്ഥാന അധ്യക്ഷൻ ഈ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു തുടങ്ങട്ടെ എന്ന്. അങ്ങനെ സംസ്ഥാന അധ്യക്ഷൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമിത്ഷാ തൻ്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വേദിയിൽ നിന്ന് മൈക്കിലൂടെ സുരക്ഷയ്ക്കായി നിയോഗിച്ച പോലീസുകാരോട് ചെക്കിംഗ് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അതുപോലെ അയാൾ ഇതുകൂടി പറഞ്ഞു, ആളുകളെ ചെക്ക് ചെയ്യാതെ അകത്തേക്ക് കടത്തിവിടാൻ. അംബാനിയുടെ ചാനലായ ന്യൂസ് 18 പോലും വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, വളരെയേറെ ആൾക്കൂട്ടം എത്തുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും കസേരകളിൽ ബഹുഭൂരിപക്ഷവും കാലിയായി കിടന്നുവെന്ന്. അങ്ങനെ നാണം കെട്ട അമിത്ഷാ ഇവിടെ മൈക്കിലൂടെ ആളുകളെ ചെക്ക് ചെയ്യാതെ കടത്തിവിടൂ എന്ന് പറയുന്നത് കേട്ടുകൊള്ളൂ. ഒരു സ്വതന്ത്ര മാധ്യമപ്രവർത്തകൻ ഷൂട്ട് ചെയ്യുന്ന ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ബീഹാർ കോൺഗ്രസ് എഴുതിയിരിക്കുന്നത് കണ്ടോ? അമിത്ഷാ കരഞ്ഞുകൊണ്ടിരുന്നു, ആളുകൾ പ്രസംഗം കേൾക്കാൻ എത്തിയില്ല. അതേപോലെ ഈ മാധ്യമപ്രവർത്തകൻ അവിടെ അമിത്ഷാ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കിന് കസേരകൾ കാലിയായി കിടക്കുന്നതും ഇവിടെ വ്യക്തമായി കാണിക്കുകയാണ്. ये वीडियो है मुंगेर के नौवागढ़ी मैदान का, जहां मंच पर से गृह मंत्री स्वयं पुलिस जवानों को चेकिंग नहीं करने का आदेश दे रहे हैं। उन्होंने पुलिस जवानों से कहा कि चेकिंग करना छोड़ दो और जो भी लोग खड़े हैं उन लोगों को सभा स्थल पर आने दो। इसका मुख्य कारण था कि गृह मंत्री के सभा स्थल पर अधिकांश कुर्सियां खाली पड़े हुए थे। वहीं गृह मंत्री के आदेश होते ही सभी पुलिसकर्मी हट गए। हालांकि गृह मंत्री के संबोधन के दौरान भी अधिकांश कुर्सियां खाली रह गई। ഈ വീഡിയോ മുംഗേറിലെ നൗവാഗഡി മൈതാനത്തു നിന്നുള്ളതാണ്. ഇവിടെ വേദിയിൽ നിന്നുകൊണ്ട് ആഭ്യന്തരമന്ത്രി പോലീസുകാരോട്
ആളുകളെ ചെക്ക് ചെയ്യേണ്ട എന്ന് നിർദ്ദേശം കൊടുത്തു. ഇങ്ങനെ പറയാനുള്ള പ്രധാന കാരണം ആഭ്യന്തരമന്ത്രിയുടെ ഈ റാലിയിൽ ബഹുഭൂരിപക്ഷം കസേരകളും കാലിയായി കിടന്നതുകൊണ്ടാണ്. അങ്ങനെ ആളുകളെയെല്ലാം ചെക്കിങ് നടത്താതെ കയറ്റിവിട്ടിട്ട് അമിത്ഷാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ബഹുഭൂരിപക്ഷം കസേരകളും കാലിയായി കിടക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായി കാണാം അമിത്ഷാ പ്രസംഗിക്കുന്നത്. അവിടെ വെച്ചിരിക്കുന്ന കൂറ്റൻ LED സ്ക്രീനിൽ കാണിക്കുന്നത്. സ്റ്റേജിന്റെ സമീപമായി അല്പം ആളുകളുണ്ട്. എന്നാൽ ആളുകളെക്കാൾ കൂടുതൽ കാലി കസേരകളാണ് അവിടെ കിടക്കുന്നത് എന്ന് വളരെ വ്യക്തമായി കണ്ടല്ലോ അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് നോൺ ബയോളജിക്കൽ വിശ്വഗുരുവിന്റെയും വിശ്വഗുരുവിന്റെ ചാണക്യന്റെയും തെരഞ്ഞെടുപ്പ് റാലികൾക്ക് ആളുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം. എന്നിട്ടും ഇവർ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കുന്നത് ചിലരെയെങ്കിലും അത്ഭുതപ്പെടുത്തുന്നുണ്ടാവാം. ഒരു തരത്തിലും അത്ഭുതപ്പെടേണ്ട. മോദിയുടെ സ്വന്തം സെലക്ഷൻ കമ്മീഷനാണ് അവർക്ക് തെരഞ്ഞെടുപ്പ് വിജയം ഒരുക്കി കൊടുക്കുന്നത്. അല്ലാതെ ജനങ്ങൾ വോട്ട് ചെയ്തല്ല BJPയും NDAയും തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നത്. അതിന്റെ വ്യക്തമായ തെളിവാണ് നമ്മൾ സ്ഥിരമായി ഇത്തരം കാലിക്കസേര റാലികളിലൂടെ കാണുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?